ഇതാണ് പോവ 8 എന്ന് പറയുന്ന പുതിയ സ്മാർട്ട് ഫോൺ. ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് ഇവിടെ നെവർ മിസ് എനിത്തിങ് എന്ന് എഴുതിയിട്ടുണ്ട്. വിത്ത് എലൈവ് മെട്രിക്സ് ഡിസ്പ്ലേ ഉണ്ട് എന്ന് ഇതുപോലെ പറയുന്നുണ്ട്. അതുപോലെ 2 days ബാറ്ററിയാണ്, 6 years ബാറ്ററി ഹെൽത്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ബെസ്റ്റ് സിഗ്നൽസ് വിത്ത് 25G ബാൻഡ്സ് ഉണ്ടെന്നും പറയുന്നുണ്ട്. നല്ലൊരു പ്ലാസ്റ്റിക് ഷെൽ ടൈപ്പ് കേസാണ് ഇതിനകത്ത് വരുന്നത്. നോക്കി കാഴ്ചയ്ക്ക് ഏതാണ്ട് നത്തിങ്ങിൻ്റെ അടുത്തിടെ വന്ന ചില ഫോണുകളുടെയൊക്കെ ഒരു ലുക്ക് അവിടെ ഇവിടെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടേണ്ട ആവശ്യമില്ല. സാധാരണ പല ബ്രാൻഡുകളും ഐഫോണിനെയാണ് കോപ്പി ചെയ്യുന്നതെന്ന് തോന്നുന്നു, അതിൻ്റെ ഡിസൈൻ വൈസൊക്കെ. ഇതെനിക്ക് തോന്നുന്നു നത്തിങ്ങിൻ്റെ ഫോണിനെ അതിൻ്റെ ഒരു ഡിസൈൻ ഇൻസ്പയർ ചെയ്തു എന്നൊരു സംശയമുണ്ട്. കാരണം ഏതാണ്ട് അതുപോലെയൊക്കെയുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഇവിടെ ഒരു സ്റ്റാറ്റസ് മെട്രിക്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഫോണിനകത്ത് ഇതുപോലൊരു ഡിസ്പ്ലേ ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമൊക്കെ നമ്മൾ നത്തിങ്ങിന്റെ ഫോണുകളിൽ കണ്ടതാണ്. ഏതാണ്ട് അതിന് സാമ്യമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു പോവ 8 എന്ന് പറയുന്ന ഫോണും തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ആക്റ്റീവ് മെട്രിക്സ് ഇതുപോലെ പല രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ലൈറ്റുകൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. കസ്റ്റമൈസ് ചെയ്ത് പല ലൈറ്റിംഗ് എഫക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. എന്തിനു പറയുന്നത്, നമുക്ക് ഇവിടെ നമ്മുടേതായ രീതിയിൽ ചില ലെറ്റേഴ്സ് ഒക്കെ വേണമെങ്കിൽ എഴുതി ചേർക്കാൻ പോലും സാധിക്കും. ഇപ്പം ഞാൻ ജെ എന്ന് പറയുന്ന ലെറ്റർ ഞാൻ ഇതിനകത്ത് വരച്ച് ചേർത്തതാണ്. അപ്പോൾ നമുക്ക് വരുന്ന ഇൻകമിംഗ് കോള്, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചാർജിങ് ഇൻഡിക്കേറ്റർ, ഇങ്ങനെ പല ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു ആക്റ്റീവ് മെട്രിക്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കുണ്ട്, വെറൈറ്റി ലുക്കാണ്. പോവ ഫോണുകൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റി ലുക്ക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ഒരു പവർ ബട്ടൺ കണ്ടില്ലേ, അതൊരു സ്പെഷ്യൽ കളർ ആക്സെന്റിലാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഓറഞ്ച് കളറിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോണിന്റെ തിക്നെസ് വന്നിട്ട് 8.8 mm ആണ്. ഫോണിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇച്ചിരി വിട്ട് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ. വെയിറ്റ് വന്നിട്ട് 225 ഗ്രാമും ഉണ്ട്. കുറച്ച് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഇതിനകത്ത് 8000 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും നല്ലൊരു ഭാരം, അതായത് ഒരു സാധാരണ വരുന്ന ഫോണുകളിൽ ഒരു ആവറേജ് ഭാരത്തേക്കാൾ കൂടുതലായിട്ട് തോന്നുന്നു. ഞാനൊരു 200-നകത്ത് താഴെ നിൽക്കുന്ന വെയിറ്റ് ആണ് ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ബാക്കിലാണെങ്കിൽ അങ്ങനെ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒന്നും പതിയത്തില്ല, ഒരു ഗ്ലോസി ഫീൽ ആണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിന്റെ ചാർജറും അതുപോലെ ഇതിന്റെ ബാക്ക് കേസും എല്ലാം ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഈ ഒരു ഫോണിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ടർ എല്ലാം ഒട്ടിച്ച് തന്നെയാണ് വരുന്നത്. ഇനി ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലേ, ആ ക്യാരക്ടർ ആ കാണുന്ന ഐക്കൺസിന്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു വാൾപേപ്പർ സ്റ്റൈൽ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാൻ വയ്യ. 6.76 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, IPS ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഫുൾ HD+ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ മാക്സിമം 950 നിറ്റ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല, ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും വലിയ വിഷയമില്ല. ഇനി ഈ ഒരു ഫോണിന്റെ ബെസലുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 3 ഭാഗത്തെ ബെസലുകളും ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ ചിഹ്നം അറിയപ്പെടുന്നത് ഒരു ആവറേജ് സൈസിന് മുകളിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒരല്പം ചിഹ്നം നമുക്ക് ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വ്യൂയിങ് ആംഗിളും ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. LCD ഡിസ്പ്ലേ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 71005G എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ പരിശോധിച്ച് നോക്കി, 7,86,612 എന്ന് പറയുന്ന ഒരു AnTuTu സ്കോറാണ് ഈ ഒരു ഫോണിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ത്രോട്ട്ലിംഗ് റിസൾട്ട് വന്നത് നമുക്ക് ഏകദേശം 70% ആണ്. പക്ഷേ നോക്കി, ആദ്യത്തെ ഒരു അല്പസമയം കഴിയുമ്പോൾ ഈ ഒരു ഫോൺ അല്പം ത്രോട്ടിൽ ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു യെല്ലോ കളർ സൂചിപ്പിക്കുന്നത്. 8GB റാമും 256GB ഇന്റൽ സ്റ്റോറേജും വരെ ഈ ഒരു ഫോണുണ്ട്. അതുപോലെ റാം ടൈപ്പ് വന്നിട്ട് LPDDR5X ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 ആണ്. അപ്പോൾ റാം ടൈപ്പ് ഇത്തിരി ഹയറും സ്റ്റോറേജ് ടൈപ്പ് സാധാരണമാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം സെറ്റിംഗ്സിൽ ഗെയിം പ്ലേ സാധ്യമാണ്. അതായത് 60 FPS-ലാണ് ഗെയിം കളിക്കാൻ സാധിക്കുന്നത്. ഒരു കാഷ്വൽ ഗെയിമിങ്ങിന് മാത്രം പറ്റിയ ഒരു ഡിവൈസ് ആയിട്ടാണ് ഇതിൽ നിന്ന് BGMI എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ തോന്നുന്നത്. ആവറേജ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹൈ ബൂസ്റ്റ് എന്നൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഹൈ ബൂസ്റ്റ് ഓപ്ഷനിൽ പവർ സേവിംഗ്, ബാലൻസ്, പെർഫോമൻസ് മോഡ് എന്നീ ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് 60 FPS എന്ന്. കൂടാതെ അഡീഷണൽ ഒരുപാട് ഓപ്ഷൻസും ഗെയിം പ്ലേയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ബാറ്ററിയാണ് ഈ ഒരു ഫോണിന്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ്. 8000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് 2-3 ദിവസത്തെ ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഒരു ഫോണിൽ ലഭിക്കും. 45 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിനുള്ളത്. ചാർജർ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. അതുപോലെ ഇതിന്റെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 13 മെഗാപിക്സലിന്റെ ഒരു സെൽഫി സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് എടുത്ത ഫോട്ടോകൾ ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഇത് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കണ്ടപ്പോൾ ക്വാളിറ്റി ഫീൽ ചെയ്തു. കുറച്ച് ബെറ്റർ ഫോട്ടോ ആണ്. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ അത്രയും ബെറ്റർ ഫോട്ടോ ആണ് കിട്ടുന്നത് നമുക്ക് തോന്നുന്നില്ല. ഫോൺ ഒന്ന് പ്രോസസ് ചെയ്ത് ഒരുവിധം
നല്ല ഫോട്ടോകളാണ് തരുന്നത്. ഒരുപാട് നമുക്ക് കുറ്റം പറയാനൊന്നും ഇല്ലാത്ത, എനിക്ക് ഇതിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കിയാൽ ബ്ലാക്ക് ഏരിയക്ക് നല്ല ഷാർപ്പ് പഞ്ച് ബ്ലാക്കിലേക്ക് പ്രോസസ്സ് ചെയ്ത് അടിപൊളിയാക്കി തരുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു എഡിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു സോഷ്യൽ മീഡിയ റെഡി ആയിട്ടുള്ള ഒരു ഫോട്ടോസാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നത്. ഒരുവിധം കുഴപ്പമില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. സെൽഫിയും ബാക്ക് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫി അത്ര ബെറ്റർ അല്ല, എങ്കിലും സെൽഫി ഓക്കെ ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ സെൽഫി വീഡിയോ വെച്ച് നോക്കുമ്പോൾ അത്ര പോരാ എന്ന് വേണം പറയാൻ. അതുപോലെ ബാക്ക് വീഡിയോയ്ക്കും ഈ പറയുന്ന സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയും ബാക്ക് വീഡിയോയിലൊക്കെ നമ്മൾ നടന്നുകൊണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ഷേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 4K സപ്പോർട്ട് ഇല്ല, നേരെ മറിച്ച് 2K റെസൊല്യൂഷൻ 30 FPS സപ്പോർട്ടാണ് രണ്ട് ക്യാമറകളും, അത് ഫ്രണ്ടും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 16 ആണ്, അതുപോലെ പോവയുടെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള HiOS 16 ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബ്ലോട്ട്വെയർസ് എന്ന് വിളിക്കാവുന്നത് ആകെ ഈ കാണുന്ന 5 ആപ്പുകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനകത്ത് കൂടുതലും പ്രീമിയം ആപ്പാണ് സ്പോട്ടിഫൈ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. ഇത് രണ്ടും പ്രീമിയം, അതുപോലെ ഫോൺ പേ ഉണ്ട്. ഈ ഒരു ക്രഷ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഗെയിം ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അവ വേണമെങ്കിൽ ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളത് വലിയ കാര്യം തന്നെ. ഫോണിന് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ തീർച്ചയായിട്ടും സ്റ്റീരിയോ സ്പീക്കർ പ്രതീക്ഷിക്കേണ്ടതാണ്, സ്റ്റീരിയോ സ്പീക്കർ ലഭിക്കേണ്ടതാണ്. ഉള്ള സ്പീക്കർ കുഴപ്പമില്ല എന്ന് വേണം പറയാൻ. IPS LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഫിംഗർ പ്രിന്റ് ഇതുപോലെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഫോണിന് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. NFC സപ്പോർട്ടും ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. വില സ്റ്റാർട്ട് ചെയ്യുന്നത് 6GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജിനാണ്. വില എന്ന് പറയുന്നത് 29,999 രൂപയാണ്. അപ്പോൾ ഈ പ്രൈസിനകത്ത് ഈ ഫോണിനകത്ത് ഉള്ളത് എന്തൊക്കെയെന്ന് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ 8000 mAh ബാറ്ററി ഉണ്ട്, 45 വാട്ട് ചാർജറേ ഉള്ളൂ. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും 4K റെസൊല്യൂഷൻ ഇല്ല. 6GB 128GB വേരിയന്റ് ആണ് ഈ 29,999 കിട്ടുന്നത്. അതുപോലെ ആന്റിറ്റ്യൂഡ് സ്കോർ വന്നിട്ട് 7 lakhിനടുത്തേ ഉള്ളൂ. മോണോ സ്പീക്കർ ആണ്, IP65 ആണ്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ടെലിഫോട്ടോ സെൻസർ ഇല്ല എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. അതുപോലെ LCD ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ പ്രൈസും അതുപോലെ ഇതിന്റെ സ്പെക്കും കേട്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങളാണ് വിദ്യാർത്ഥികൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷവുമായിട്ട്, ഇതിൽ നിന്ന് മികച്ച മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.